വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിനുള്ള ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റീഡിംഗ് കോംപ്രഹെൻഷൻ. താഴെ ഒരു പോയം തന്നിട്ടുണ്ട്. ആ പോയം വായിച്ചിട്ട് അതിന് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സാറ്റിസ്ഫൈയിങ് റെയിൻ എന്താണ്? തൃപ്തികരമായ മഴ. ആഫ്റ്റർ ഡേയ്സ് ഓഫ് ഹോട്ട് സൺ ഡൗൺ കെയിം ദ റെയിൻ. എന്താണ്? ഒരുപാട് ചൂടിന് ശേഷം, കനത്ത ചൂടിന് ശേഷം എന്താണ്? മഴ പെയ്തിറങ്ങി. ഒരുപാട് ദിവസങ്ങളോളം കനത്ത ചൂടിന് ശേഷം എന്താണ്? മഴ പെയ്തിറങ്ങി. ഇറ്റ് വാട്ടേർഡ് ദ ഗാർഡൻ ആൻഡ് ഫ്ലോഡ് ഡൗൺ ദ ഡ്രെയിൻ. അത് എന്താണ്? ഗാർഡനിലേക്ക് വെള്ളം നൽകി, അതുപോലെ ഡ്രെയിനിലേക്ക് ഒഴുകിപ്പോയി. അല്ലെ? ഇൻ ലെസ് ദാൻ 5 hours, 5 മണിക്കൂറിനുള്ളിൽ തന്നെ ദ മന്ത്സ് കോട്ട മെറ്റ്, മാസത്തിലെ മഴയുടെ അളവ് പൂർത്തിയായി. ദ ന്യൂസ് ഹാഡ് റിപ്പോർട്ടഡ്. എന്താണ്? വാർത്തയിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എ റെക്കോർഡ് വാസ് സെറ്റ്. എന്താണ്? റെക്കോർഡും സ്ഥാപിക്കപ്പെട്ടു. ദ ഡ്രിങ്ക് വാസ് വെൽക്കം ബൈ ദ പാച്ച്ഡ് എർത്ത്. വരണ്ടുപോയ ഭൂമി ആ മഴയെ എന്താണ്? വെൽക്കം ചെയ്തു, സന്തോഷത്തോടെ സ്വീകരിച്ചു. എൻഡിങ് ദ ഡ്രൈ സ്പെൽ എക്സ്പീരിയൻസ്ഡ് ബൈ പേർത്ത്. പേർത്തിൽ അനുഭവപ്പെട്ട വരൾച്ചയ്ക്ക് അതുപോലെ എന്തായി? അവസാനം ആയി. ബട്ട് സൂൺ പീപ്പിൾ കംപ്ലൈന്റ് അബൌട്ട് ഗെറ്റിംഗ് വെറ്റ്. പക്ഷെ താമസിയാതെ ആൾക്കാരിൽ എന്താണ്? നനയണേനെ കുറിച്ച് പരാതിപ്പെടാനായിട്ട് തുടങ്ങി. ദേ വാണ്ടഡ് ദ സൺ. എന്താണ്? അവർക്ക് സൂര്യപ്രകാശം വേണമെന്ന് തോന്നി. ഹൗ സൂൺ ദേ ഫോർഗറ്റ്. അവർ എത്ര പെട്ടെന്നാണ് അത് മറന്നത്. ചൂടായപ്പോ മഴ വേണമെന്ന് പറഞ്ഞു, മഴ ആയപ്പോ മഴയുടെ ബുദ്ധിമുട്ട് കാരണം ചൂട് വേണമെന്ന് പറയണു. വി ആർ നെവർ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് വി ഗെറ്റ്. നമുക്ക് ലഭിക്കുന്നതിലൊന്നും നാം ഒരിക്കലും എന്തല്ല? സാറ്റിസ്ഫൈഡ് അല്ല, തൃപ്തരല്ല. ഇറ്റ്സ് ടു ഹോട്ട് ഓർ ടു കോൾഡ്. എന്താണ്? ഒന്നെങ്കിൽ വളരെ ചൂട്, അല്ലെങ്കിൽ എന്താണ്? വളരെ തണുപ്പ്. ടു ഡ്രൈ ഓർ ടു വെറ്റ്. അല്ലെങ്കിൽ എന്താണ്? വളരെ ഡ്രൈ, അല്ലെങ്കിൽ എന്താണ്? വളരെ വെറ്റ്, നനഞ്ഞത്. We want 24 degrees with a sky that is blue. ആകാശം എന്താണ്? നമുക്ക് നീല നിറമുള്ളതും നമ്മുടെ ടെമ്പറേച്ചർ 24 ഡിഗ്രി ആയിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ആൻഡ് റെയിൻ ഫോർ an hour in the morning at 2. രാവിലെ 1 മണിക്കൂർ മാത്രം, 2 മണിക്ക് മഴ പെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അപ്പൊ മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് കിട്ടിയാലും തൃപ്തരല്ല എന്നുള്ളൊരു കാര്യമാണ് അതിൽ പറയുന്നത്. മഴ വന്നാൽ മഴയെ കുറ്റം പറയും, മഴയില്ലെങ്കിൽ മഴയില്ല എന്നും നമ്മൾ പരാതി പറയും. ഹാപ്പൻ ആഫ്റ്റർ ഡേയ്സ് ഓഫ് ഹോട്ട് സം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദിവസങ്ങളോളം ചൂടിന് ശേഷം എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ഡൗൺ കെയിം ദ റെയിൻ. മഴ പെയ്തിറങ്ങി. ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ഫോർ ദ റെയിൻ ടു മീറ്റ് ദ മന്ത്സ് കോട്ട. മാസത്തിലെ മഴയുടെ അളവ് പൂർത്തിയാവാൻ എത്ര സമയം എടുത്തു എന്ന് പറയണേ? ലെസ് ദാൻ 5 hours, 5 മണിക്കൂറിൽ താഴെ എടുത്തോളൂ. വാട്ട് വാസ് ദ എഫക്ട് ഓഫ് ദ റെയിൻ ഓൺ ദ എർത്ത്. മഴ ഭൂമിയിൽ ഉണ്ടാക്കിയ എഫക്ട് എന്തായിരുന്നു? ഇറ്റ് റീഫ്രഷ് ദ പാച്ച്ഡ് എർത്ത്. അതെന്താണ്? വരണ്ടുപോയ ഭൂമിയെ എന്ത് ചെയ്തു? തണുപ്പിക്കുകയും അതുപോലെ റീഫ്രഷ് അല്ലെ, പുതുമ നൽകുകയും ചെയ്തു. വാട്ട് ഡിഡ് പീപ്പിൾ സ്റ്റാർട്ട് കംപ്ലൈനിങ് അബൌട്ട് സൂൺ ആഫ്റ്റർ ദ റെയിൻ. മഴയ്ക്ക് ശേഷം ആൾക്കാർ എന്തിനെ കുറിച്ചാണ് പരാതി പറയാൻ തുടങ്ങിയത്? ഗെറ്റിംഗ് വെറ്റ്, നനയുന്നതിനെ കുറിച്ച് അല്ലെ. വാട്ട് ഡസ് ദ പോയം സജസ്റ്റ് അബൌട്ട് പീപ്പിൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് വെദർ. വെദറിനെ കുറിച്ച്, അതായത് കാലാവസ്ഥയോടുള്ള ആളുകളുടെ മനോഭാവത്തെ കുറിച്ച് എന്താണ് ഈ കവിതയിൽ പറയുന്നത്? എന്താണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്? പീപ്പിൾ ആർ നെവർ സാറ്റിസ്ഫൈഡ്. ആളുകൾ ഒരിക്കലും എന്താവില്ല? തൃപ്തരാവില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. റീഡ് ദ ഫോളോയിങ് ഹിന്റ്സ് റിലേറ്റഡ് ടു അർണോൾഡ് മങ്ക്. പ്രിപ്പയർ ഹിസ് പ്രൊഫൈൽ. അർണോൾഡ് മങ്കിനെ കുറിച്ച് എന്താണ് പ്രൊഫൈൽ? താഴെ കുറച്ച് ഹിന്റ്സ് നൽകിയിട്ടുണ്ട്. അത് വച്ചിട്ട് പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. അദ്ദേഹത്തിന്റെ ബർത്ത് തന്നിട്ടുണ്ട്, അദ്ദേഹം നേടിയ അച്ചീവ്മെന്റ്സ് തന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പെൻ നെയിം തന്നിട്ടുണ്ട്, ഡൈഡ്, എന്നാണ് അദ്ദേഹം മരണപ്പെട്ടത്, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ബുക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതുന്നത്. അർണോൾഡ് മങ്ക് 1957. 1880 ജനിച്ചത്, 1957 അദ്ദേഹം മരണപ്പെട്ടത്.
അപ്പോ അർണോൾഡ് മങ്ക് എ റൈറ്റർ ഓഫ് ക്ലാസിക് സ്റ്റോറീസ് ആൻഡ് ഫോക്ക് ടെയിൽസ് അല്ലെ, ക്ലാസിക് സ്റ്റോറീസ് ആൻഡ് ഫോക്ക് ടെയിൽസ്, അദ്ദേഹത്തിന്റെ എന്താണ് ക്ലാസിക് കഥകളും നാടോടി കഥകളും ഒക്കെ എഴുതിയിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ആരെന്ന് പറയുന്നത് അർണോൾഡ് മങ്ക്. വാസ് ബോൺ ഇൻ, ഇവിടെ ബേർത്ത് എന്നാ ബേർത്ത് എന്താക്കണം, ബോൺ ആണ്, അത് ജീവിച്ചിരുന്ന ആളായിരുന്നു അല്ലെ, കഴിഞ്ഞു പോയി, അപ്പൊ വാസ് ബോൺ എന്നാക്കണം. എന്താണ്, വാസ് ബോൺ ഇൻ 1818 ഇൻ ഹംഗറി, അദ്ദേഹം ഹംഗറിയിലാണ് 1888 ജനിച്ചത്. ഹിസ് പെൻ നെയിം വാസ് വാറ്റി പേപ്പർ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്താണ്, അദ്ദേഹം എവിടെയാണ്, അദ്ദേഹത്തിന്റെ പെൻ നെയിം എന്ന് പറയുന്നത് എന്താണ്, വാറ്റി പിപ്പർ എന്നായിരുന്നു. ഹി വാസ് ദ ഓണർ ഓഫ് എ പബ്ലിഷിംഗ് ഫേം പ്ലാറ്റ് ആൻഡ് മങ്ക്, അദ്ദേഹം എന്താണ് പ്ലാറ്റ് ആൻഡ് മങ്ക് എന്ന സ്ഥാപനത്തിന്റെ ഓർഡർ ആണെന്നു. His important works are the Little Engine That Could, The Bumper Book and Children of Other Lands. He died in 1957 in New York. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക്സ് ആണ്, ഇമ്പോർട്ടന്റ് ബുക്കുകളാണ് ഏത്, ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്, ദ ബമ്പർ ബുക്ക്, ചിൽഡ്രൻ ഓഫ് അതർ ലാൻഡ്. ഇത്രയും ബുക്സ് അദ്ദേഹം എഴുതിയതാണ്. 1957 ന്യൂയോർക്കിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഹി ഡൈഡ് ഇൻ എന്നാണ് 1957. അപ്പൊ ഈ തന്നിരിക്കുന്ന ഹിൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഫൈല് തയ്യാറാക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ, ഇറ്റ് വാസ് എ ലിറ്റിൽ ബ്ലൂ എൻജിൻ ദാറ്റ് ഹെൽപ് ദ ലിറ്റിൽ ട്രെയിൻ ടു റീച്ച് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. ചെറിയ ട്രെയിനിനെ മലമുകളിൽ എത്താൻ സഹായിച്ചത് ആരാണ്, ലിറ്റിൽ ബ്ലൂ എൻജിൻ ആയിരുന്നു. ആഫ്റ്റർ ദ ഡിഫിക്കൽട്ട് ടാസ്ക് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ നോട്ടഡ് ദ ഫീലിംഗ് ഓഫ് ദ ഡേ ഇൻ ഹെർ ഡയറി. അങ്ങനെ ആ ഒരു ഡിഫിക്കൽട്ട് എന്താണ് ടാസ്കിന് ശേഷം അന്നത്തെ അനുഭവങ്ങളും തന്റെ വികാരങ്ങളും ഒക്കെ ഫീലിങ്സും ഒക്കെ വെച്ചിട്ട് ലിറ്റിൽ ബ്ലൂ എൻജിൻ തന്റെ ഡയറിയിൽ എന്തൊക്കെ എഴുതും. ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്തൊക്കെയാണ് എഴുതുന്നത്, റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി ഓഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അപ്പൊ ലിറ്റിൽ ബ്ലൂ എൻജിൻ എഴുതാൻ തയ്യാറായിട്ടുള്ള ഒരു ഡയറി കുറിപ്പ് എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഡയറി എഴുതുമ്പോൾ ഡേറ്റും ഡേയും എഴുതുക. ഓക്കെ, ഫസ്റ്റ് ഡേറ്റും ഡേയും എഴുതുക. എന്തായാലും ഏത് ടോപ്പിക് ആണെങ്കിലും നമുക്ക് എഴുതാം. എന്താണ്, ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ, അല്ലെങ്കിൽ ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്, എന്താണ് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിവസമായിരുന്നു. നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും നമുക്ക് അങ്ങനെ എഴുതാം. പിന്നെ വാസ് റണ്ണിങ് അലോങ് ദ ട്രാക്ക്, എന്താണ് ഞാൻ റെയിൽപാളത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓൺ ദ വേ മെറ്റ് ദ ലിറ്റിൽ ട്രെയിൻ, ആ വഴിയിൽ ഞാൻ ചെറിയൊരു ട്രെയിനിനെ കണ്ടു. ഷി വാസ് ഇൻ എ ടൈറ്റ് സ്പോട്ട്, അവൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഷി കെയിം ടു എ സ്റ്റോപ്പ് വൈൽ ടേക്കിംഗ് ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ടു ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അവർക്ക് മലയുടെ മറുവശത്തുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കളിപ്പാട്ടങ്ങളും നല്ല ഭക്ഷണവും കൊണ്ടുപോകുന്നതിനിടയിൽ അവൾക്ക് നിൽക്കേണ്ടി വന്നതാണ്. ദ ടോയ്സ് ആൻഡ് ഡോൾസ് വെയർ ബെഗിങ് ഫോർ ഹെൽപ്പ്, അതിലെ കളിപ്പാട്ടങ്ങളും പാവങ്ങളും എന്താണ് ഹെൽപ്പിന് വേണ്ടി ബെഗ് ചെയ്യുമായിരുന്നു, അതായത് യാചിക്കുകയായിരുന്നു. ഐ വാസ് ഡീപ്ലി മൂഡ്, അപ്പോ എന്താണ് അങ്ങനെ അതൊക്കെ thought about the boys and girls waiting for the toys and good food, എന്താണ് ആൺകുട്ടികളും പെൺകുട്ടികളും കളിപ്പാട്ടങ്ങൾക്കും നല്ല ഫുഡുകൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നത് ഓർത്തപ്പോ എനിക്ക് അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ എനിക്ക് വളരെ വിഷമമായി. took hold of the little train and began to pull with all my strength, ഞാൻ ആ ചെറിയ ട്രെയിൻ പിടിച്ച് എന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, പുൾ ചെയ്യാൻ വലിക്കാൻ വേണ്ടി തുടങ്ങി. slowly the train start to move, അതൊക്കെ ട്രെയിൻ എന്ത് ചെയ്തു, നീങ്ങി തുടങ്ങി. ഡോൾസ് ആൻഡ് ടോയ്സ് ക്ലാപ്ഡ്, എന്താണ് ഡോൾസും ടോയ്സും ഒക്കെ ക്ലാപ്പ് ചെയ്തു. ഐ ക്ലൈംബ് ആൻഡ് ക്ലൈംബ് ബൂസ്റ്റിംഗ് myself by thinking that I can. Felt I tired but gathered all my strength and reached the top of the mountain. എനിക്ക് കഴിയുമെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മല കയറിക്കൊണ്ടേയിരുന്നു. അവർക്ക് ശക്തി എനിക്ക് എന്താണ് അതിന് ക്ഷീണം തോന്നിയെങ്കിലും ഞാൻ മുഴുവൻ ശക്തിയും എടുത്തിട്ട് എങ്ങോട്ട് എത്തി, മൗണ്ടെയിനിന്റെ ടോപ്പില് എത്തി, മലയുടെ മുകളിൽ എത്തി. ഡൗൺ ബിലോ ലേ ദ സിറ്റി, ദ ബോയ്സ് ആൻഡ് ഗേൾസ് വെർ സോ ഹാപ്പി, താഴെ എനിക്ക് എന്ത് കാണാം, സിറ്റി കാണാമായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ സന്തോഷത്തിലായിരുന്നു. ഐ ഓൾസോ എക്സ്പീരിയൻസ് ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇൻ മൈ മൈൻഡ്, അത് കണ്ടപ്പോ എന്താണ്
അവരുടെ സന്തോഷം കണ്ടപ്പോ എന്റെ മനസ്സിലും സന്തോഷവും തൃപ്തിയൊക്കെ നിറഞ്ഞു എന്നാണ് എഞ്ചിൻ എഴുതാൻ ഇടയുള്ള ഡയറി. നെക്സ്റ്റ് നോട്ടീസ് തയ്യാറാക്കാനാണ്. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് സ്റ്റഡിങ് ആര്യ ഗോട്ട് റെഡി ടു സിറ്റ് ഇൻ ദ കോക്പിറ്റ്. കുറെ വർഷങ്ങൾക്ക് പഠനങ്ങൾക്ക് ശേഷം ആര്യ കോക്പിറ്റിലിരിക്കാൻ റെഡിയായി ഇല്ലേ, പൈലറ്റായി. ഹെർസെൽഫ് ആസ് എ പൈലറ്റ്, അവൾ ഒരു പൈലറ്റായി. ഇമാജിൻ ആര്യ ഇസ് ദ ഫോമർ സ്റ്റുഡന്റ് ഓഫ് യുവർ സ്കൂൾ. നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ സ്കൂളിലെ പഴയ പൂർവ്വ വിദ്യാർത്ഥിയാണ് ആര്യ എന്ന് വിചാരിക്കുക. യുവർ സ്കൂൾ ഡിസൈഡ് ടു കണ്ടക്ട് എ കൺഗ്രാജുലേറ്റിംഗ് മീറ്റിംഗ് ടു ഹോണർ ഹെർ ആസ് എ പൈലറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തുക. ഡിസൈഡ് പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ഇൻവൈറ്റിംഗ് ടു ദ ഓൾ ടു ദ ഫംഗ്ഷൻ. എല്ലാവരെയും ആ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങളൊരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവളെ ആദരിക്കുന്നതിനായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിരിക്കുന്നു. ആ മീറ്റിംഗിലേക്ക്, ആ ഫംഗ്ഷനിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുക. അപ്പോ നിർബന്ധമായിട്ടും വെന്യൂ, സ്ഥലം എവിടെയാണെന്ന് വേണം, ഡേറ്റ്, ടൈം, പിന്നെ ചീഫ് ഗസ്റ്റ് ആരാണെന്ന്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ ആരാണോ, തന്നിട്ടില്ലെങ്കിൽ അത് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് വയ്ക്കാം. ഇനി എങ്ങനെയാണെന്ന് എഴുതാം. നിങ്ങളുടെ സ്കൂളിന്റെ പേര് ABC സ്കൂൾ എന്ന് എഴുതിയാൽ മതി. ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഡിയേഴ്സ് അത്രയും മതി, അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്. ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ടു കണ്ടക്ട് എ കൺഗ്രാജുലേറ്ററി മീറ്റിംഗ് ഓൺ August 15, 2025 in our school auditorium to honor Arya, the former student of our school who became a pilot. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ആര്യ അല്ലെ, പൈലറ്റ് ആയി മാറിയിരിക്കുന്നു. അപ്പൊ അവളെ ആദരിക്കാൻ വേണ്ടിയിട്ട് 2025 ഓഗസ്റ്റ് 15 നമ്മുടെ സ്കൂളില് ഒരു കൺഗ്രാജുലേറ്ററി മീറ്റ് അവളെ അഭിനന്ദിക്കുന്നതിനായിട്ട് ഹോണർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർ ഡിസ്ട്രിക്ട് കളക്ടർ മിസ്റ്റർ പ്രകാശ് മേനോൻ ഈസ് ദ ചീഫ് ഗസ്റ്റ്. നിങ്ങൾക്ക് ആരാന്നോ അവരെഴുതാം. ഇന്ന ആളാണ് അവരുടെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുക. ഓൾ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് ആർ റിക്വസ്റ്റഡ് ടു ബി പ്രസന്റ് ഓൺ ദ ഒക്കേഷൻ. ഈ പരിപാടിയിലേക്ക് എല്ലാ സ്റ്റുഡൻസിന്റെയും പേരൻസിന്റെയും പ്രസൻസ് റിക്വസ്റ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഓൾ ആർ വെൽക്കം എന്നും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സിഗ്നേച്ചർ ഹെഡ് മാസ്റ്റർ. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ക്ലബ്ബാ നടത്തുന്നതെങ്കിൽ ഡിസൈഡ് ടു കണ്ടക്ട് മീറ്റിംഗ് ഇന്ന ദിവസം ഇന്ന സ്കൂൾ ഓഡിറ്റോറിയം. ആരാ ഡിസൈഡ് ചെയ്തതെന്ന് എഴുതണം കേട്ടോ. അങ്ങനെ ഒക്കെ എഴുതാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നോട്ടീസ് തയ്യാറാക്കുന്നത്. അടുത്തത് കോൺവെർസേഷൻ തയ്യാറാക്കാനാണ്. ചെസ്റ്റർ റാക്കൂൺ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഹിസ് മദർ കമ്പൽ ഹിം. പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ. ചെസ്റ്ററിന് സ്കൂളിൽ സ്കൂളിൽ പോവില്ല എന്ന് പറയണ അല്ലേ. അപ്പൊ അവന്റെ അമ്മ അവനെ കമ്പൽ ചെയ്യുന്നു. അപ്പൊ ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അവന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, അപ്പൊ അമ്മ നിർബന്ധിക്കുന്നു. അപ്പൊ ആ ചെസ്റ്ററും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ. ചെസ്റ്റർ അമ്മ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് എന്താ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല എന്ന് പറയണേ. അപ്പൊ അമ്മ എന്താ പറയണേ, വാട്ട്സ് റോങ് ചെസ്റ്റർ, വൈ ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഇത് പ്രശ്നം ചെസ്റ്റർ, നിനക്ക് എന്താ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലാത്തെന്ന് ചോദിക്കണം. ചെസ്റ്റർ എന്താ പറയണേ, ഐ ഡോണ്ട് വാണ്ട് ടു ലീവ് മൈ ഫ്രണ്ട്സ് ആൻഡ് ടോയ്സ് ബിഹൈൻഡ്. എനിക്ക് എന്റെ ഫ്രണ്ട്സിനെയും ടോയ്സ് ഒന്നും ഇട്ടിട്ട് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു സ്റ്റേ അറ്റ് ഹോം, എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയും. അപ്പൊ മദർ, യു വിൽ ഹാവ് ന്യൂ തിങ്സ് ടു പ്ലേ അറ്റ് സ്കൂൾ ആൻഡ് യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ടു പ്ലേ വിത്ത്. അപ്പൊ നിനക്ക് സ്കൂളിൽ പോയാൽ പുതിയ ഊഞ്ഞാലുണ്ടാവും, അവിടെ നിനക്ക് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടാവും എന്ന് അമ്മ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കണം. ജസ്റ്റ് ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ന്യൂ ഫ്രണ്ട്സ്, എനിക്ക് എന്ത് വേണ്ട, പുതിയ ഫ്രണ്ട്സ് ഒന്നും വേണ്ട. ഐ ലൈക്ക് മൈ ഓൾഡ് ഫ്രണ്ട്സ്, എനിക്ക് പഴയ ഫ്രണ്ട്സ് തന്നെ മതി എന്ന് പറയണം. അപ്പൊ അമ്മ എന്താ പറയണേ, ഐ വിൽ ഷോ യു എ സീക്രട്ട്, ഞാൻ നിനക്കൊരു സീക്രട്ട് കാണിച്ചു തരാം. എ വെരി ഓൾഡ് സീക്രട്ട്, പഴയ സീക്രട്ട് എന്ന് പറയണം. അപ്പൊ ചെസ്റ്റർ, സീക്രട്ട്, വാട്ട് സീക്രട്ട്. അപ്പൊ ചെസ്റ്റർ ചോദിക്കണം, സീക്രട്ട്, എന്ത് സീക്രട്ട്, എന്ത് രഹസ്യമാണെന്ന് ചോദിക്കണം. അപ്പൊ അമ്മ പറയണം, ഹിയർ ഇസ് എ കിസ് ഓൺ യുവർ പാം, റാപ്പ് യുവർ ഫിംഗേഴ്സ് അറൌണ്ട് ദ കിസ്. ഞാൻ നിന്റെ പാമിൽ, അതായത് കൈപ്പത്തിൽ ഞാൻ ഒരു ഉമ്മ തരാം. ആ ഉമ്മയ്ക്ക് ചുറ്റും നീ വിരലുകൾ എന്ത് ചെയ്യണം, മടക്കി പിടിക്കണം. അപ്പൊ ജസ്റ്റ് ഫോർ മോം, അമ്മ അത് എന്തെയാണെന്ന് ചോദിക്കണം. അപ്പൊ മദർ എന്താ പറയണേ, when you feel lonely press your hand on your cheek and feel mom's love. നിനക്ക് ഒറ്റയ്ക്കാന്ന് തോന്നുമ്പോ നീ ഇത് കവിളിൽ വെച്ചിട്ട് അമ്മയുടെ സ്നേഹം അപ്പൊ നിനക്ക് അതിനകത്തുനിന്ന് കിട്ടും. നിന്റെ കവിളിൽ വെക്കുക, അപ്പൊ നിനക്ക് അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയും എന്ന് പറയണം. അപ്പൊ സിസ്റ്റർ, ഓക്കെ, ഐ ലവ് ദിസ് കിസ്സിങ് ഹാൻഡ്. അപ്പൊ അവൻ എന്താ പറയണേ, എനിക്ക് ഈ കിസ്സിങ് ഹാൻഡ്
വളരെ ഇഷ്ടമായി എന്ന് പറയാം. അപ്പം നിങ്ങൾക്കറിയാവുന്നത് പോലെ ചെസ്റ്ററും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് റീഅറേഞ്ച് ദ സ്റ്റോറി. ഈ റീഅറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Some events from the story are given below in jumbled order. Read the events and arrange them properly. എന്താണ് ഇവിടെ കുറച്ച് ഒരു സ്റ്റോറിയിലെ കുറച്ച് സെന്റൻസുകൾ, അതായത് സംഭവങ്ങൾ നടന്നത് ഇൻ ഓർഡർ ആയിട്ട് ജംബിൾഡ് ഓർഡറിൽ നൽകിയിട്ടുണ്ട്. ഓർഡർ അല്ലാതെ തന്നിട്ടുണ്ട് കുറെ സംഭവങ്ങൾ. അത് ഓരോന്നും നടന്നത് അനുസരിച്ച് ഓർഡറിൽ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യം തന്നിരിക്കുന്ന പോയിന്റ്, ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്റർ അവന്റെ അമ്മയുടെ കയ്യില് എന്താണ് ഒരു ഉമ്മ കൊടുത്തു അല്ലെ, കൈപ്പത്തിയിൽ ഉമ്മ കൊടുത്തു. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ അവന്റെ അമ്മേനോട് പറഞ്ഞു അവന് സ്കൂളിൽ പോണത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. അവന്റെ അമ്മ നോക്കി നിന്നു, അവൻ ഡാൻസും കളിച്ച് സ്കൂളിൽ പോകുന്നത് നോക്കി നിൽക്കും. മിസ്സിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് ഫാം. മിസ്സിസ് റാക്കൂൺ എന്ത് ചെയ്തു, ചെസ്റ്ററിന്റെ കൈപ്പത്തിയിൽ എന്ത് ചെയ്തു, ഉമ്മ കൊടുത്തു. പാമില് എന്താണ് ഉമ്മ കൊടുത്തു. മിസ്സിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. മിസ്സിസ് റാക്കൂൺ താനൊരു എന്താണ് രഹസ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നടന്ന ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഇവന്റ് ഏതായിരിക്കും? ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ആദ്യം അവൻ എന്താ പറയുന്നത്, ഞാൻ എന്താണ് സ്കൂളിൽ പോവാൻ എനിക്ക് ഇഷ്ടമല്ല എന്നായിരിക്കും പറയണ്ടാവുക. അപ്പൊ അമ്മ എന്ത് പറയണു? മിസ്സിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. അപ്പൊ അമ്മ പറയാണ് ഞാൻ എന്താണ് നിനക്ക് ഒരു സീക്രട്ട് പറയാം, നിന്നോടൊരു സീക്രട്ട് പറയാന്ന് പറയാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. നെക്സ്റ്റ് എന്തായിരിക്കും? അമ്മ അവന്റെ കയ്യില്, മിസ്സിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് ഫാം. അവന്റെ കയ്യില് അമ്മ ഒരു ഉമ്മ കൊടുക്കുന്നു അല്ലെ. നെക്സ്റ്റ് ചെസ്റ്റർ ടുക്ക് ഹിസ് മദർ ആൻഡ് കിസ്ഡ് ഹെർ പാം. തിരിച്ച് അവനും എന്ത് ചെയ്യുന്നു, അമ്മയുടെ കയ്യിൽ ഒരു ഉമ്മ കൊടുക്കുന്നു. ലാസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? സന്തോഷത്തോടു കൂടി ചെസ്റ്ററിന് അപ്പൊ സന്തോഷമായി അല്ലെ. ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. അവന്റെ അമ്മ നോക്കിയിട്ട് ഡാൻസ് ചെയ്ത് എന്താണ് സ്കൂളിലേക്ക് പോയി. അപ്പോ ഇങ്ങനെയാണ് ഇത് ഓർഡറിലാക്കേണ്ടത്. ആദ്യം ഇത് ഒന്നാമത് എഴുതണം, പിന്നെ 2, 3, പിന്നെ 4, 5 ഇങ്ങനെ എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ തരും നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട സ്റ്റോറിയിൽ. അപ്പൊ അതിങ്ങനെ ഓർഡർ ആക്കാനൊക്കെ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഡിറ്റിംഗ് ആണ്. Read the passage given below. There are some errors in it. ഇവിടെ ചെറിയ എറേഴ്സ് ഉണ്ട്, അത് നോക്കിയിട്ട് തിരുത്തി എഴുതാനാണ്. ഷീ സ്പെൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെൻഡ് എന്ന് ഡി അല്ല ഇവിടെ വന്നത്, സ്പെൻഡ് ടി ആണ് വന്നത്. സ്പെൻഡ് ഇയേഴ്സ്. സ്റ്റഡി അല്ല, സ്റ്റഡിയിങ്, ING ചേർക്കണം, സ്റ്റഡിയിങ്. ഷീ സാറ്റ് എന്നാണ് പറഞ്ഞത്. ഷീ സാറ്റ് വിത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിത്ത് അല്ല, എലോങ് വിത്ത്. ഇവിടെ വിത്ത് എലോങ് എന്നാണ് തന്നിരിക്കുന്നത്, ഇത് എലോങ് വിത്ത് തിരിച്ചെഴുതണം. എലോങ് വിത്ത് എന്ന് തിരിച്ചെഴുതണം. വിത്ത് എലോങ് എന്നാണ് തന്നിരിക്കുന്നത്, തിരിച്ചെഴുതാണ് വേണ്ടത്. എലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. നെക്സ്റ്റ് ഷീ എന്ന് തന്നിരിക്കുന്നത്. ഷീ എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്. ഇത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഷീ എസ് ക്യാപിറ്റൽ ലെറ്റർ എഴുതുക. വർക്ക്ഡ് ഹാർഡ് ആൻഡ് എയ്റ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ് എന്നതിന്റെ സ്പെല്ലിങ് തെറ്റാണ്. CARROTS ക്യാരറ്റ്സ്. അപ്പൊ ആദ്യം സ്പെൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, ഡിയുടെ അവിടെ ടി എഴുതണമായിരുന്നു. സ്റ്റഡി ING ഫോം എഴുതണമായിരുന്നു. നെക്സ്റ്റ് വിത്ത് എലോങ് എന്ന് തന്നത് റീഅറേഞ്ച് ചെയ്യണമായിരുന്നു, എലോങ് വിത്ത് എന്നായിരുന്നു. പിന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്തത് സ്മോൾ ലെറ്റർ തന്നത്, അത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ ശേഷം ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഷീ. ഇവിടെ ലാസ്റ്റ് തന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ക്യാരറ്റ്സ് എന്നുള്ളത് CARROTS എന്നാണ്. ക്യാരറ്റ്. ഇങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.